എന്ത് സർപ്രൈസ് ആയിരിക്കും? ഇപ്പൊ വല്ല ലീവും കിട്ടിയാ എനിക്കുള്ള വല്ല സർപ്രൈസ് ആയിരിക്കും. ഒരു കോളേജ് നേരത്തെ കഴിഞ്ഞായിരുന്നു. വരവര പന്തി അല്ലല്ലോ. ആങ്ങി തൂങ്ങിയൊരു വരവ്. ഇന്ന് ക്ലാസ് നേരത്തെ കഴിഞ്ഞ എന്താണ്? പോയപ്പോൾ ഉഷാറൊന്നും ഇല്ലല്ലോ തിരിച്ചു വന്നപ്പോ. എന്ത് കോളേജിലുള്ള പ്രശ്നം ഉണ്ടായോ? മുഖമൊക്കെ വല്ലാതിരിക്കണ എന്താ? മുഖം വല്ലാണ്ടിരിക്കണ എന്താ? ഒന്നുമില്ല. അപ്പൊ എന്തോ ഉണ്ട്. പറ, ചേച്ചിയല്ലേ ചോദിക്കണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാം. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ പ്രശ്നമില്ലെന്ന് നീ പറയുന്നുണ്ടാ? ഇല്ല, കുറെ നേരം ചോദിച്ചോണ്ടിരിക്കാൻ വയ്യാട്ടാ. എന്താണ്? വിശക്കണുണ്ടാ? എടാ, നിനക്കുള്ള ഫുഡ് അടുക്കളയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ലച്ചു, ആ നീ എന്താ അലക്കിട്ട തുണി പറക്കാഞ്ഞത്? അതെടുക്കാൻ വേണ്ടിയാ പുറത്തേക്ക് ഇറങ്ങിയേ. അപ്പൊ സിദ്ധുവിന്റെ കോള് വന്നപ്പോ അതിലായി പോയി. നിനക്ക് പിന്നെ എല്ലാത്തിനും ഓരോ ന്യായങ്ങളുണ്ടല്ലോ. വയ്യാത്ത മുട്ടും വെച്ചോണ്ട് ഞാൻ ഇങ്ങനെ പറയാൻ നിന്റെ കൂടെ നടക്കാനും ഉണ്ടല്ലോ. നീ തന്നേരം ഞാൻ എടുത്ത് വെച്ചോളാം. വേണ്ട, എനിക്ക് ഇവിടം വരെ കൊണ്ടുവരാമെങ്കിലേ അകത്തുകൊണ്ട് മടക്കി വെക്കാനും അറിയാം. അമ്മൂമ്മക്ക് എന്താ അമ്മൂമ്മ വഴക്കുണ്ടാക്കാൻ വന്നതാണോ? ഞാൻ പറയുന്നതാ കുഴപ്പം, അല്ലയോ? ഇവനെന്തോ കോളേജ് നേരത്തെ വന്നു? ഇന്ന് ക്ലാസ്സിലായിരുന്നോടാ? എന്താ അവന്റെ മുഖം വല്ലാതിരിക്കുന്നേ? എന്താ മോനെ, എന്താ? ഞാനും കൊറേ ചോദിച്ചു. അവൻ വാ തുറന്ന് എന്തെങ്കിലും പറയണ്ടേ? എന്താ കാര്യം പറ. ചേച്ചി മോനോടൊരു കാര്യം ചോദിക്കട്ടെ. മെർലിനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ? അപ്പൊ പിന്നെ അലീനയായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയ? ഇല്ല. അപ്പൊ പിന്നെ ഹരിതയായിരിക്കും. എടാ, അതൊരു പാവം കൊച്ചാടാ. നീ എന്തിനാണ് അതിന്റെ അടുത്ത് ആവശ്യത്തെ പ്രശ്നത്തിലൊക്കെ പോണത്? ചേച്ചിക്ക് എന്ത് ചേച്ചി? ഞാൻ സങ്കടപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ അവരുടെ അടുത്ത് അടി ഉണ്ടാക്കിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നതാണ് അതിന്റെ അർത്ഥം? പല്ലേ അല്ല. പിന്നെന്ത്? അതല്ലേ ചോദിച്ചോണ്ടിരിക്കുന്ന? പറ. സമയം എന്താ? പറ. എന്നെ സെലക്ട് ചെയ്തില്ല. സെലക്ട് ചെയ്തില്ലേ? എന്തിനാ സെലക്ട് ചെയ്തില്ലെന്ന്? കോളേജ് മാഗസീന്റെ മറ്റേതിനാ? എന്തിന്? ഓട്ട മത്സരത്തിനാ? കോളേജിന്റെ മാഗസിന്റെ പാനലിലോട്ട് എന്നെ സെലക്ട് ചെയ്തില്ല. മാഗസിൻ പാനലില് നിന്നെ സെലക്ട് ചെയ്തില്ലേ? ആന്താ നിന്നെ സെലക്ട് ചെയ്യാന്? ഗ്രൂപ്പിസം മനഃപൂർവ്വം തന്നെ. അവന്മാരെല്ലാം ഗ്രൂപ്പ് കയറുന്ന അവന്മാരുടെ ആൾക്കാരെ മാത്രം എടുത്ത് എന്നിട്ട് എന്നെ തഴഞ്ഞു. കോളേജിൽ അത്രയും പ്രശസ്തമായ ഒരു കവി ആയിരുന്നിട്ട് എന്നെ അവന്മാര് തഴഞ്ഞു മനഃപൂർവ്വം. ലച്ചു, നീ ആ കോളേജിലോട്ടൊന്ന് വിളിച്ചേ. അവനെ കൂടെ അതിനകത്ത് ചേർക്കാൻ പറ. ഇവനെന്താ LKG പഠിക്കുന്ന? എന്റെ അമ്മൂമ്മ കോളേജ് വിഷയമാണ്. അതിലൊന്നും അങ്ങനെ ഇടപെടാൻ പറ്റൂല. അപ്പൊ ഞാൻ ഇടപെട്ടെന്ന് വിചാരിച്ചോ? ഇവര് പിന്നെ ഏറിയെന്ന് ഇറങ്ങാൻ സമയം കിട്ടൂല. ചേച്ചി കയറിയോ? മാഗസിന്റെ എഡിറ്റർ ആവണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതിന് മാഗസീൻ എഡിറ്റർ ആവണമെങ്കിൽ നീ ഇലക്ഷൻ നിന്ന് ജയിക്കണ്ടേ? നീ ഇലക്ഷൻ നിന്നാ? ഇല്ല. പിന്നെ ഞാൻ അവന്മാരുടെ അടുത്ത് പറഞ്ഞാണ് എന്നെ നോമിനേറ്റ് ചെയ്യും. അപ്പം അവന്മാരുടെ ആളെ നോമിനേറ്റ് ചെയ്തു. അങ്ങനെ അവൻ ജയിച്ച്. അവൻ ഇപ്പൊ എഡിറ്ററായി. എന്നാ പിന്നെ ശരി, അത് പോണെങ്കിൽ പോട്ടെന്ന് വിചാരിച്ചു. എഡിറ്റർ ആവുന്നില്ലെന്ന് വിചാരിച്ചു. പക്ഷെ ആ എഡിറ്റോറിയൽ ബോർഡിലെങ്കിലും എന്നെ ഉൾപ്പെടുത്തുമെന്ന് വിചാരിച്ചു. അതുമില്ല, അവിടെയും തഴഞ്ഞു. ചേച്ചിക്ക് അറിയൂ, എന്റെ അത്രയും പോലും എഴുതാനൊത്തിരി വെട്ടാവളെയാണ് പിടിച്ചോട്ടിരിക്കണത്. പൊളിറ്റിക്സ്, വെറും പൊളിറ്റിക്സ്. നിന്റെ അത്ര പോലും എഴുതാൻ അറിയത്തില്ലയോ? അപ്പൊ പിന്നെ അവന്റെ എഴുത്ത് എന്തൊരു എഴുത്തായിരിക്കും? ചേച്ചി, നല്ല സങ്കടമുണ്ട്. 3 കവിതയാണ് ഞാൻ എഴുതിയത് അതിനകത്ത് കൊടുക്കാൻ വേണ്ടിട്ട്. ഞാനിപ്പോ ആ കവിത എന്ത് ചെയ്യും? എടാ, നിന്റെ വിഷമം ചേച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്. നോക്കിയേ, നമുക്കേ അടുത്ത കൊല്ലം നമുക്ക് ഇലക്ഷനിൽ നിൽക്കാം. അതിന് വാർഡ് ഇലക്ഷൻ 2 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. കോളേജ് ഇലക്ഷന്റെ കാര്യം പറഞ്ഞത് അമ്മുമ്മ. സങ്കടപ്പെടണ്ട. എടാ, നീ സങ്കടപ്പെടുന്ന കാണുമ്പോ എനിക്ക് ഭയങ്കര വിഷമാവാടാ. എന്റെ നെഞ്ചൊക്കെ പൊട്ടുകയാണ്. എടാ,
ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കല്ലേ, എനിക്കും വിഷമാവും. എന്റെ സിദ്ധു തമാശ കളിക്കാൻ എന്നെ കൊണ്ട് വയ്യ. ഒന്നാമത് മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണ്. അത് ഞാൻ അല്ല, കേശു. പക്ഷെ കേശുവിന്റെ സങ്കടം എന്റെയും സങ്കടമാണ്. ഇവനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്ക് എനിക്കും വിഷമാവില്ലേ? പിന്നെയല്ലേ? ആണോ? എന്നിട്ട് സിദ്ധു ചുമ്മാ തമാശ കളിക്കല്ലേ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.